ഇങ്ങനെ കാട്ടിയാതി പോത്തെ എന്നാലോ ഇതാ വരുന്ന അതിന്റെ കല്ല്. പണ്ടൊക്കെ എങ്ങനെയാ അമ്മ കുട്ടികൾക്ക് ഒരു ഷുഗർ വന്ന ആളോട് ഇതാണ് ചോദിച്ചപ്പോൾ ഒരു പറയുന്ന അവസരം കണ്ടു. എന്താണോ എനിക്ക് മരിച്ചാൽ മതി, ഈ വേദന എനിക്ക് മരിക്കണല്ലേ. കഴിഞ്ഞ പ്രളയത്തിന് ഇതേപോലെ ഇട്ടുമൂടിയല്ലോ വന്നീന്. ഷഫീഖിനോട് പറഞ്ഞില്ലേ മോണ്ടനെ മീൻ നന്നാക്കണേന്നും ഇമ്മാനോടും എല്ലാരോടും ഞാൻ പറഞ്ഞു. ഇത് കണ്ടിക്കണത് പൊട്ടിത്തെറിച്ചു. അപ്പൊ ഇന്ന് നമ്മള് ഒരു വൈക്ക് ഇങ്ങനെ ഇറങ്ങിയതേനി. അപ്പൊ തറവാടൊക്കെ ഇപ്പൊ നമ്മള് കൊറേ ദിവസമായിട്ട് പോയിട്ടില്ല. എന്താ വിചാരിച്ചാല് ഇച്ച സുഖല്ലേനി, ഓള് കുട്ടിയാക്കും ഓക്കൊന്നും സുഖല്ലേനി, ഷെഫീഖിന് ആർക്കും സുഖല്ലേനി, എല്ലാവർക്കും അതിന്റെ മാറിയിട്ടില്ല, സൗണ്ടൊന്നും ശരിയായിട്ടില്ല. ഇച്ച് കൊറേയൊക്കെ ആയി. ഷെഫീഖ് കൊണ്ടുപോയി സൂചകനും കാര്യം അങ്ങനെ ഓരോരോ എന്താ പറയാ അസുഖങ്ങളും കാര്യമൊക്കെ ആയിട്ട് 2-3 ദിവസം പെരിയിൽ തന്നെ അങ്ങോട്ട് ലോക്ക് ചെയ്യുന്നു എല്ലാരും അല്ലേ. അങ്ങോട്ടില്ല ഞങ്ങൾ തന്നെ വീഡിയോ എടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ട് വരവൊന്നുമില്ലേനി. ഞായറാഴ്ചയാണ് ഇപ്പൊ എല്ലാരും പാടെ കൂടിയിട്ട് ലാസ്റ്റ് വീഡിയോ എടുത്തത്. കഴിഞ്ഞിട്ട് 13 ദിവസമായിട്ട് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല. അപ്പൊ എല്ലാരും എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് കുറച്ച് ദിവസമായി. അപ്പൊ അതിനായിട്ട് ഇറങ്ങിയതാണ്. അപ്പം പൊറാട്ട വാങ്ങാൻ വിചാരിച്ച് കയറിയേനെ. അപ്പൊ തറവാട്ടക്ക് പോകുന്നുണ്ട്. അപ്പൊ നല്ല പൊറാട്ട എവിടെടി? പൊറാട്ട അവിടെ ഉണ്ട്. നല്ല പൊറാട്ട നല്ല ചൂട് കറിയൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ കറിയിട്ടില്ലേ, നമ്മളിപ്പോ നമ്മളെ അങ്ങാടിയിലാണ് പൊറാട്ട വാങ്ങിപ്പോ കാറിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോ നമ്മൾ അങ്ങോട്ട് പോണം. പോയിട്ട് ഇനി പെരിയേക്ക് പോണം. കുറച്ച് പരിപാടിയും കാര്യമൊക്കെ ഉണ്ട്. എന്നാ പോവല്ലേ? പോകല്ലേ? ചങ്ങായിനെ കൊറേ ദിവസമായിട്ട് ഞങ്ങള് കണ്ടിട്ട് ബാബാസൂത്തൊക്കെ പിന്നൊക്കെയാണ് പോകാനില്ലേ. ബാബാസൂട്ട് ചെയ്യാന്നിട്ട് ഇപ്പൊ വഹിച്ചിട്ട് പിന്നെ ഉള്ളിൽ കൂടെ ഞാൻ ഇട്ടോടുത്തെ നല്ല മഴ കേട്ടോ, പെരും മഴയാണ്. വയനാട് ഉരുളൊക്കെ പൊട്ടി. എന്താല്ലേ ഞാൻ പേടിയാണ്. നമ്മളവിടെ നമ്മളൊക്കെ നല്ല മഴയാണ്. നമ്മക്ക് ഈ ഏരിയയില് ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായോണ്ട് അന്ന് മഴയത്തൊക്കെ ഇറങ്ങി എല്ലാരും പാഞ്ഞു. സ്കൂളിലൊക്കെ ക്യാമ്പൊക്കെ ഏനി 2018. അപ്പൊ ഞമ്മക്ക് ഇവിടെ മഴ ഇങ്ങനെ നിക്കാതെ പെയ്യുമ്പോ ഭയങ്കര പേടിയാണ്. ഇതൊക്കെ ഞങ്ങളൊക്കെ പോയിന്റ് ഏരിയയിലാണ്. ഈ മഴയാണ് പ്രശ്നം, പെരുമഴ അല്ലാതെ ചാറ്റൽ മഴ. അന്ന് നമ്മളെ നാട്ടില് പ്രളയം വന്ന വർഷം 2018 ആഗസ്റ്റ് 8-ാം തീയതി. അങ്ങനെ ഒരേ ഡേറ്റും വർഷം വന്നു അങ്ങനെ എല്ലാരും പറയുമല്ലോ. അങ്ങനെ വന്നാല് അന്ന് എന്തില്ല, അന്ന് കറക്റ്റ് ആ ദിവസം പെരിയിലൊക്കെ വെള്ളം കേറി ആകതായി. ഷെഫീഖില്ല, ഷെഫീഖ് അപ്പുറത്തെ പെരിയത്തോലെ ചോറും കലർത്തൊക്കെ അതൊക്കെ ഞങ്ങളെ പെരിയിൽ വെള്ളം കയറിയിട്ട് ഫുഡ്സും ടി വി അതാണ് ഫസ്റ്റ് മുങ്ങണ. അപ്പോഴാണ് വിളിച്ചണത്. അപ്പൊ ഞാൻ അവിടെ അടുത്തേക്ക് നമ്മളെ വരി വെള്ളം കയറിച്ചറിയില്ല. അന്ന് അങ്ങനെ കൊറേ ഇടങ്ങേറായി. ഏതായാലും ഇപ്പൊ പേടിയാണ്, മഴ ചെയ്യണ സത്യമായാലും പേടിയാണ്. പക്ഷെ എല്ലാരും കാക്കട്ടെ. അപ്പൊ ഞാൻ അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. തറവാട് പെരക്ക് ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. അപ്പൊ ഗേറ്റ് തുറന്നാലേ വണ്ടി പോകുള്ളൂ ഗൈസ്. ബേരി ഉമ്മ നേരത്തെ അവിടെ നിക്കണുണ്ട്. ഇനിയിപ്പൊ കാണാല്ലോ, അങ്ങോട്ടെ പാഞ്ഞതാവാം. വണ്ടി ഉണ്ട്, വണ്ടികളൊക്കെ ഉണ്ട്. നിന്റെ അടുത്തേക്ക് വരില്ല കേട്ടോ. ഉമ്മമാനെ അങ്ങനെ വിട്ടാ ശരിയാവൂലല്ലോ. വാതിലൊക്കെ തുറന്നിട്ടുങ്ങാണ്ട് ഓല് ഇറങ്ങി വരുന്നുള്ളൂ കേട്ടോ. നിങ്ങളെങ്ങട്ടാ വണ്ടിയെ? നിങ്ങളെങ്ങട്ടാ വണ്ടിയെ? ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. റോഡിലെ വണ്ടി വണ്ടി പോകണം ഞങ്ങള് ചേച്ചി ഞങ്ങള് കണ്ടിട്ട് ഒറ്റ മിനിറ്റ് ഞാൻ വെറുതെ പറയാമ്മ, വെറുതെ പനിയാണല്ലോ. ഒന്നാമിരുന്നതാവോ? നിങ്ങൾ കടന്നിറങ്ങ നല്ല സുഖല്ലേ കടന്നിറങ്ങാണ്ട് തണുപ്പത്ത്? ലേറ്റ് ആത്താത്തെ അപ്പൊ ഞാൻ അടുപാടോ മക നോക്കി കൊരങ്ങൻ കാട്ടണ പണി.
രണ്ട് കച്ചവടമുണ്ട്. വണ്ടിയിൽ അവിടെ പുറത്തുണ്ടേ അവിടെ പിന്നെ ആളിൽ വാതിലടച്ച് ഇവിടെ നിൽക്കണേ അല്ലേ എന്തൊരു വിരുന്നുള്ളത് അയാൾക്ക് വെച്ചേരി അല്ലേ വെറുതെ വന്ന അങ്ങനെ പോണം അതേമാതിരി തന്നെ കുറച്ച് ആരപ്പത്തി ഒക്കെ സ്കൂൾ കഴിക്കണം. ചോർന്നോ? ചോറില്ലാത്തൊക്കെ തിന്ന് പഴക്കമുള്ള അല്ലാപ്പ എന്താ തിന്നേ അല്ലാത്ത ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോ നിക്കാൻ വരുന്നത് അതിനാണ് വെറുതെ അവിടെ എന്തോ സ്വകാര്യം ഒരു തമ്മിൽ പല സ്വകാര്യം മാറിയിട്ടില്ലല്ലോ തുമ്മലും ഇതൊക്കെ ഉണ്ട് പനി വന്നാ മാറൂല തലവേദന തന്നെ അപ്പൊ മാറിയോ അമ്മ തുമ്മലും ഉണ്ടേ കഫക്കെട്ട് അമ്മായിക്ക് കഫക്കെട്ടില്ല കഫക്കെട്ട് ആവിടിച്ചാലൊന്നും പോകില്ലത് അങ്ങനത്തെ എങ്ങട്ടാ കൊണ്ടു പോണത് അന്ന് വിശ്വാസമില്ലട്ടോ എന്നെ കൊണ്ടുപോയി കുഞ്ഞാനിയോ മാറ്റനെ ശോഷിച്ചോളി ആ കുട്ടിയില്ലേ എന്നെ പറയണത് കഴിഞ്ഞ പോലെ 2015 കാര്യം ഓർമ്മല്ലേ ഞമ്മളൊക്കെ മരിച്ചു ബാക്കിയതാലേ പേടിച്ചിട്ട് വള്ളം മല പൊട്ടും ഞമ്മളവിടെ തറവാടിന്റെ അവിടെ മേലല്ലേ വിള്ളലുണ്ടായിനി എന്നൊക്കെ പറഞ്ഞ അന്ന് ഇങ്ങ ചീച്ചല് മയല്ലോ ജായ മയ അങ്ങനെ ഒരു അപകടം ഉണ്ടാവൂല അന്ന് അവിടെ നല്ല വർത്താനം കാര്യൊക്കെയാണ് ഇവിടെ എന്താ അമ്മായി ഉണ്ടാക്കി മിച്ചറോ ഇവിടെ ഞങ്ങൾ അമ്മായി ഉണ്ടാക്കി മിച്ചർ അയ്യോ ഇങ്ങനത്തെ കടലൊക്കെ ഉണ്ടോ അത് ഓന കടത്താനാ കേൾക്കൂല അത് ചെറുത് അല്ല നല്ല ഉണ്ടാവും ഫോണ് ചേച്ചിക്കണടി ചേച്ചിക്കണ നല്ല വട്ടാണല്ലേ കളയ വട്ട അന്ന് അമ്മക്കൊക്കെ തന്നീന് നമ്മളതൊക്കെ ബെഡ് പോയിട്ട് തന്നീന് രസമുണ്ട് കേട്ടോ ഇതെന്താ കുഴച്ച സാറോ അരിപ്പൊടി കടലമാവും പൊരിച്ചെടുക്കുക എന്നിട്ട് കടല ഇതൊക്കെ പൊരിക്കുക കരിവേപ്പിൻ്റെ ഇല അതൊക്കെ എപ്പോഴും പൊരിക്കുക ആദ്യം പൊരിച്ചാലും മതി എന്നിട്ട് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ മുറുക്കി ഇടാണ്ട് ഇതൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾ ഇങ്ങനെ നന്നാവും വിചാരിച്ചിട്ടില്ലല്ലോ ഇത് കണ്ടപ്പോ കേട്ടീനി അത് പിന്നെ ഇതിന് മിഷൻ ഉണ്ടായുള്ള കുഴപ്പമില്ലേ എവിടുന്ന മെഷീന് ആ നൂൽപുട്ടിന്റെ മിഷല്ലേ സുഖമാണ് ഇങ്ങനെ ചോക്കോളെ വെച്ച് 4 ഇഞ്ചില്ല അറിയോ
ഞാൻ യൂട്യൂബ് കണ്ടിട്ട് എപ്പോഴും മനസ്സിൽ കേട്ടി അങ്ങനെ വാങ്ങിയതാ 4000 ആ മോട്ടനെ കൊണ്ട് വാങ്ങിച്ച് കുക്കർ വാങ്ങിയാക്കണ കുക്കർ കാലം കൊണ്ട് നേരം വൈകിയാലും അമ്മായി അവരൊക്കെ എടുക്കാത്ത സാധനം ഇതാക്കണ ഇസ്തിരിപ്പെട്ടി ഇത് പോയപ്പോ ഞാൻ പറഞ്ഞു കുട്ടിയെ 3-4 സാധനങ്ങള് പെരീക്ക് വാണ്ടിട്ടോ അമ്മച്ച് കുട്ടി കൊണ്ട് ഒരു കുക്കറും ഒരു ഇസ്തിരിപ്പെട്ടി ഒരു നൂൽപുട്ട് ഇത്തിരി വാങ്ങിയോ പുതിയത്? ഇസ്തിരിപ്പെട്ടി ഇവിടെ വെള്ളം പീച്ചണേ എത്രയൊക്കെ പൈസ വെള്ളം മിച്ചറല്ല രസമുണ്ട്. ചാടാൻ പറ്റൂല. കരണ്ടിനാണേ ഇത് ഇവിടെ ഇങ്ങനെ വെക്കുമ്പോ ഇങ്ങനെ വരും. ഞമ്മക്ക് പീച്ചണ്ട തന്നാലെ തല്ലും തല്ലും. നമ്മളെ പേരിട്ട് നമ്മളെ ആദ്യത്തെ അപ്പൊ അതിലെങ്ങനെ ഉണ്ടാക്കുക? അത് ഇതൊക്കെ ഈ സാധനങ്ങള് അതിലൊന്ന് മാവ് നടക്കും. ഇതില് മാവ് നടക്കും. ആ അങ്ങനെ ആ ഓണാണ് ഓഫാക്കി കളി. അത് കുട്ടിയൊക്കെ കണ്ടത് കരണ്ടിന് കുട്ടിയെ കാണുന്നു. അത് തന്നെ താവും ചോദിച്ചു തന്നെ അല്ല എളുപ്പമല്ല ഒരു അച്ചിറക്കിക്കൂടി നൂൽക്കൂടി സത്യം പറയാം എപ്പോഴും വിചാരിച്ചു. അല്ല രണ്ടാമത്തെ അച്ചുവല്ലേ കുഴപ്പമില്ല. ആ ഇരുമ്പിന്റെ ഇങ്ങനെ ഇങ്ങനെ പീച്ചണേ അത് ഞാനൊക്കെ പീച്ചാണ്. ഇച്ച് കല്യാണം കഴിഞ്ഞൊക്കെ ഇച്ച് കജ്ജൂലേന്. ഞാനാ വേഗം തേകണ്ടാവൂ കജ്ജൂല. അതേ ഇതിങ്ങനെ ഇട്ടിട്ട് ഇത് ലോക്ക് ചെയ്യാം. പൊടി ഇത്ര നല്ലോണം ആക്കാൻ പറ്റൂല. ഇങ്ങനെ ലോക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഓണാക്കാം. പൊടി പാകത്തിന് പിന്നെ നടക്കണം. വൈദ്യുതി ഇങ്ങനെ ആക്കിയാൽ മതി. ഇതാക്കണേ അച്ചാളെ അച്ഛൻ്റെ അച്ചാളന്നെയാണ്. അപ്പൊ തള്ളി തള്ളി കൊയ്ച്ചടിച്ചല്ലേ തള്ളി തള്ളി പോണേ. നല്ലതാട്ടോ. ഓഫാക്കി കളി. അതാ പൊന്തി താവണതാ. അതങ്ങനെ ഓണാക്കി വെച്ചാടി. കാലും പൊന്തലൊക്കെ ഓട്ടോമാറ്റിക് തന്നെ വരും. ഞമ്മളെ മരക്കളൊക്കെ ആവുമ്പോ ഒരു പണി ഉണ്ടാവില്ല. പിന്നെ റോബോട്ടാ കരാർക്കല്ലേ അമ്മമ്മ? ആവുന്നോ? അല്ല തൊള്ള ഒളിച്ചു വിട്ടാൽ മതിയാവൂലേ? ആ ഇനി അങ്ങനെയൊക്കെയാണ്. പിന്നെ നമുക്ക് പുതിയ അവ സുഖ നല്ലാണ്. കോട്ടിങ് ഉണ്ട്. കുക്കർ ഞാൻ സ്റ്റീലിന്റെ ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വന്നില്ലേ അമ്മായിയെ? പൊട്ടിത്തെറിച്ചാണ്. 3 കുക്കറും ഉണ്ട്. പക്ഷെ അതിന്റെ വാഷർ പോയി. വാഷർ പോയാ പോയി. ഇഞ്ചിന്ന് ചുമ്മിനിയിൽ വെച്ചിക്കാണില്ല. സാമ്പാർ എങ്ങനെ കാട്ടിലെച്ച് തൊഴിലുറപ്പിന് പോകും വേണം. ഇത് കണ്ടിക്കണത് പൊട്ടിത്തെറിച്ചു അടുപ്പ് പൊട്ടിത്തെറിച്ചതാക്കിന്റെ മേലെ എന്താണാവോ? അതിന്റെ പിസില് അതിന്റെ ഓറൊക്കെ പൊട്ടി. അപ്പൊ ആവശ്യം കഴിഞ്ഞാല് ഒക്കെ കഴിഞ്ഞ ഇതിന്റെ മേലക്കെട്ട ചോദിച്ച ശല്യമല്ല. അന്നെ പൂട്ട് വലിയ പാർത്താ ചായ ഒന്നും വേണ്ട. മിച്ചറ് നോര് നാലേ നല്ല രസമുണ്ട്. മിച്ചറ് ഉണ്ടാക്കിയെന്ന് പറയില്ല. നമ്മോടെ കാര്യമായിട്ട് കറക്കണ്ടല്ലോ മടിയില്. അതല്ലേ ഉണ്ടാക്കിയാന്ന് അറിയണില്ല. ആ ഞാൻ ആദ്യം മേഘ വിചാരിച്ച് പിന്നെ മിച്ചർ മനസ്സിലായ. ഇങ്ങനെ ഒരു മിച്ചറും കട തുടങ്ങിയാലും മതിയടാ. ചായ കൊണ്ടട്ടെ. ഓ ചെറിയ പോലെ ഇന്ന് ജീവല്ലത് അമ്മായിയെ. എന്തായാലും ഓല ആയുസ്. എന്ത് കടി? പൊരിച്ച് എത്രങ്ങാനും പണിയെടുത്തു അറിയുന്നു. മോണ്ടനെ നന്നാക്കിയേ? മോണ്ട നന്നാക്കല്ല. അല്ല അന്ന് ഞാൻ വിളിച്ചപ്പോ മോണ്ടനോട് പറഞ്ഞേ എന്താ മുക്കണ്? ഞാൻ മീൻ നന്നാക്കാണ് ഇജ്ജ് പറയാന്ന്. ആ നോൻച്ചി കഥയുമ്പോ പറയ എന്നോട്. മോണ്ട ചായ കുടിച്ചോ? ഞാനന്ന് വിളിച്ചപ്പോ മോണ്ട പറഞ്ഞില്ലേ മോണ്ട മീൻ നന്നാക്കാണെന്ന്. ഞാൻ രാത്രി
നിങ്ങൾ പോയി വന്ന ആരാന്ന് ഞാൻ വിളിച്ചില്ല എനിക്ക് രാത്രി. അപ്പൊ ഇജ്ജ് പറഞ്ഞു മീൻ നന്നാക്കുകയാണ് എന്ന് ഞാൻ വിളിച്ചപ്പോ. ഞാൻ മീൻ നന്നാക്കി. ആ മോണ്ടെ ഞാൻ എനിക്ക് വിളിച്ചില്ല ഒരു 10:30 ആയപ്പോ. ഷഫീഖിനോട് പറഞ്ഞില്ലേ മോണ്ടനെ മീൻ നന്നാക്കണേന്നും ഇമ്മാനോടും എല്ലാരോടും ഞാൻ പറഞ്ഞു. ഞാൻ മീൻ ആ നന്നാക്കി. ഇങ്ങനെ പറ എന്താ മോണ്ട ഞാൻ മീൻ നന്നാക്കുകയാണ് ഇജ്ജ് പറയാന്ന്. ഞാൻ ഷഫീഖിനോട് പാവണ്ട മോണ്ടനാണ് അവർക്ക് നന്നാക്കിയാന്ന്. ഞാൻ ഇന്നലെ പോയി മീൻ നന്നാക്കിയില്ല. ഇവിടുന്ന ഷഫീഖിന്റെ ചായ ആണോ അല്ല. ചൂട് 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 ചൂട്. അനുവിന്റെ ചായ ആണോ? അത് നല്ല ചൂടാമാനെ കുറിച്ച. അനു ചായ ആണോ? ചായ ആണോ? മോണ്ട ചായ ആണോ? ഷഫീഖ കുടിച്ചു. അനുവിന് മോണ്ടനൊന്നും വേണ്ട. പിന്നെ ആർക്കെ ചായ അനക്കാണോ? അമ്മായിന്റെ റൂമില് ഇവിടെ കുട്ടീനെ കടത്താൻ ഞങ്ങൾക്ക് കടക്കല്ലായിണ്ട്. നല്ലൊരു കടക്ക അല്ലേ? അതിലങ്ങനെ ഉരുളണില്ലടി. കയ്യൂല തോന്നുന്നുണ്ട് കുണ്ടിട്ടോണ്ടായതുകൊണ്ടേ. നാലിപ്പം നിങ്ങൾക്ക് അവിടെ നട്ടി എന്താ സർപ്രൈസാ? മുണ്ടണില്ല. ആരത്? ഞങ്ങള് മുട്ടുത്തലൊങ്ങിക്കണേ ഞങ്ങള് ഇവിടെ അല്ലേ? ആ മുട്ടുത്തി കാട്ടി കൊത്താടി. മുട്ടുത്തിക്ക കാട്ടി കൊക്ക് ചെയ്. മുട്ടുത്തി കാട്ടി കൊടുത്ത കുത്തി പോണില്ലല്ലോ. മൂട് പൊന്തണല്ലേ ഉള്ളൂ. ആ നിർത്ത കൊറയായി നിക്കണ്. നിക്കണ അതില് കണ്ടോ? മോന്തത്തോ മോന്തത്തോ തോന്നപ്പന്നാണ് ല്ലേ? അയ്യോ വീണേ. ഉമ്മ പുറത്തുണ്ടെങ്കി എല്ലാരും കാണുന്നേ. ആ തിന്നല്ലേന്ന് തിന്നാൻ പറ്റിയ അടി അതിനാ പുറത്തുനിന്ന് ഉള്ളിക്കിട്ടാച്ച് പുറത്തേക്കണം ഔട്ട്. ഇവിടെ ഒക്കെ കുത്തിരിക്കിടുന്നല്ലേ. കട്ടൻ ചായ ഉണ്ട്. അല്ലയാ പൂളപ്പൊരിയാടാ. ഇതുണ്ടാക്കിയതാ? ഇതുണ്ടാക്കിയതാ? പറയാൻ പറ്റൂലേ. ഇനിയിപ്പോ ഫസൽ ഫാമിലി അമ്മ കുറച്ചേരം സിപ്നാക്ക് പൂളപ്പൊരിയാണ്ടേ. എന്നാ ഇവിടെ വന്നിരുന്നൂടെ? അങ്ങോട്ടൊന്നും ആരും തരൂല. രസമുണ്ട്. അനക്കാണോ ഒരു പൂളപ്പൊരി എടുക്കട്ടെ? അതിനെന്തിനാ നുണപ്പിച്ചിട്ട് കൊടുക്കുവോ? അതിന്റെ കൊല്ലിയെ കൊടുക്കടിയത് ഇപ്പൊ മാറിയ മോന്നി കുത്തി. പാവണ്ട്. നല്ലയിലാ ചെങ്ങായിക്ക് കുറച്ച് തൊയ്യോ. മയക്കാലായ മയത്തെടുക്കണം. വെയിലത്തെടുക്കണം. ഫോട്ടോ ഇടാൻ പറ്റൂല. ഉരുക്കൂലേ വെൽഡാക്കുമ്പോ? പണിയിലേലും എന്തേലും തൊപ്പി എന്തേലും വട്ടത്തൊക്കെ ഇടൊന്നുമില്ല. അങ്ങനെ പണി അച്ഛക്ക് പണിയെടുക്കും. തണുത്ത് മറക്കും. നമ്മക്കൊന്നും വെക്കൂല. പണിക്കൊന്നും പോണില്ലേ? ചാട്ടി വിടുന്നു. അതിനൊരു കൊല്ലത്തിൽ 6 മാസം വെയിലാണെങ്കിൽ 6 മാസം മഴ. അങ്ങനെയല്ലേ കണക്ക്? അല്ലെ പണ്ട് നിങ്ങളെ കാലത്തൊക്കെ എങ്ങനെയാണ്? പൂള ഉണക്കി വെക്കുക. അതേപോലെ എന്തൊക്കെയാ മയ്യേ? പണിയെടുക്കൂല. നമ്മൾ തറവാട്ടിലായത് പണ്ടത്തെ കുറച്ച് ഓർമ്മ ഉണ്ട്. എല്ലാം ഉണക്കി വെക്കും.
പിന്നെ എന്താണ് പണിക്കറിഞ്ഞില്ല ഞാനില്ലേ അപ്പൊ പെരും ചീച്ചി മഴയത്ത് പണിക്ക് പോകല്ലേനു അന്നത്തെ കാലം അന്ന് കാലാകാലം പോയി പണിയെടുക്കുക പണം ജോലി ഉണ്ടില്ലാത്തതൊന്നുമില്ല നമ്മൾ നേരം കൊണ്ട് പണിപ്പോവുക എന്തായാലും യൂറിക് ആസിഡും കൊളസ്ട്രോളും ഇത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഷുഗറിന്റെ അളവ് ചില്ലറല്ല. ആര് ഇല്ല വെറുതെ ഞാനല്ലോ ഓരോ കാര്യത്തിങ്ങനെ നോക്കി എന്താണ് സാറായിട്ടാ വരൽ പിടിച്ചോ ഒന്നും ഹോസ്പിറ്റലിൽ പോയി ജിമ്മ പോക്ക് തുടങ്ങി. അല്ല അതാ പാരമ്പര്യമായിട്ട് ഷുഗർ വരും. ഷുഗറിന്റെ അളവ് കൂടി കഴിഞ്ഞാലും അതായത് നമ്മൾ ഹീറ്റിന്റെ അളവ് അതായത് മധുരം കൂട്ടുന്നതിന് കാരണം ഓൾറെഡി നമ്മൾ തിന്നുന്ന എല്ലാ വസ്തുവിലും ഗ്ലൂക്കോസ് കൂടി കഴിഞ്ഞ എന്തുണ്ടാവുക മോണ്ട മധുരാണ്. മോണ്ട ഈ ഗ്ലൂക്കോസ് കൂടി കഴിഞ്ഞിട്ട് എന്തുണ്ടാവുക ഗ്ലൈക്കോസൂറിയ സിപ്നാക്ക് അറിയില്ലേ? ഞാൻ നാളെ ഉൾപ്പെടെ എനിക്ക് നാളെ തലമിന്നലും ഛർദി തലവേദനയും ഛർദിയൊക്കെ ഉണ്ട് പറഞ്ഞില്ല. എന്നിട്ട് അന്നെ വിളിച്ചെങ്കിൽ എന്റെ ഫോണിൽ പൈസ ഉണ്ടായില്ല, ഗ്ലൂക്കോസ് കഴിക്കുന്നില്ല. അന്ന് തൈറോയ്ഡ് നോക്കാൻ മാറും. അപ്പൊ എന്തൊക്കെയാണ് ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഒക്കെ നോക്കും. ഒക്കെ നോക്കും, ഒന്നുമില്ല. ചീത്ത കൊളസ്ട്രോൾ ഒക്കെയോ? ആ ചീത്തി നല്ലത് നോക്കും. കൊളസ്ട്രോളും ഒക്കെ ചീത്തി നല്ലതും നോക്കണം. അതുകൊണ്ട് പിന്നാലെ ഞാൻ പറഞ്ഞോ ആറ്റ് നോക്കിട്ട് എങ്ങനെയൊക്കെ ഒരു പേര് ഇതുണ്ടാക്കാൻ വേണ്ടി നിൽക്കണത്. അതിന്റെ അടിയിൽ കൂടെ വെറുതെ എന്തിനാ ഈ ഷുഗർ എത്തിക്കണേ? ഷുഗർ എത്തിച്ചാണല്ലോ മരുന്നില്ല. എന്താ കാട്ടുന്നോ? ഒരു പഞ്ചസാര ഉണ്ടെങ്കില്ല, പഞ്ചസാരന്റെ അര ഭാഗം അതിലേക്കാണ്. പിന്നെ മധുരം കൂട്ടിയില്ല എല്ലാ സാധനങ്ങളും എല്ലാരും ഡയറ്റാ? അമ്മയെ നമ്മളൊന്നും അധികാലം ജീവിച്ചൂല. മധുരണ്ട് ഞങ്ങൾ കയ്യിൽ ഒരാൾ വന്നിട്ടുണ്ടല്ലോ, ഒരു കുടിച്ചുമ്പോണ്ടല്ലോ ഒരു അമ്മയോട് പറയും ഓ എന്ത് മധുരാണ്. അപ്പൊ അപ്പളാ ഞങ്ങൾ കുടിച്ചു നോക്കാം. വേണ്ട മധുര കറക്കിട്ടുണ്ടല്ലോ അങ്ങനെ ഇതുവരെ ഇടക്കൊക്കെ പാടും. എടാ ഇതിനൊന്നും ഒരു കണക്കില്ല. ഞങ്ങളെ കമ്മട്ട അമ്മയെ ഇതിനൊന്നും സ്ഥിരമായിട്ട് കണക്കില്ലല്ലേ. നമ്മളൊരു കമ്മട്ടത്തിലിടുക കൊടുക്കുക. രാവിലെ ഒരു വൈകുന്നേരം ഞാൻ ചായ രാവിലെ മാത്രം കുടിച്ചുള്ളൂ. ചായ ഇഷ്ടമല്ല. നോർമൽ മധുരമാണ്. ഇപ്പൊ അതിപ്പോ പറഞ്ഞ മനസ്സിലാവില്ല. ഒരു ഷുഗർ വന്ന ആളോട് ഇതെന്ന് ചോദിക്കുമ്പോൾ ഒരു പറയുന്ന വർത്തമാനം കണ്ടു. എന്താണോ എനിക്ക് മരിച്ചാൽ മതി, ഈ വേദന ഉണ്ടെങ്കിൽ എനിക്ക് മരിക്കണ നല്ലത്. കാരണം ഓരോ നമ്മുടെ ശരീരത്തിൽ ഓരോ അവയം മുറിച്ച് കളയണം. മുറിയായാലേ ഒക്കെ തിന്നും. എല്ലാത്തിനും ഒരു പരിധി ഉണ്ട്. നമ്മൾ തിന്നാല് ഒരു മധുരത്തിന് ഒരു പരിധി ഉണ്ട്. പിന്നെ ആര് പറഞ്ഞു താത്ത? ആര് പറഞ്ഞു? ആര് എല്ലാരും വാരി വെച്ച് തിന്നുന്ന ആരാ? താത്ത പറയുന്ന ആൾക്കറിയോ? ഈ അമിത വണ്ണം വെക്കണോര് ആർക്കാണ് താത്ത കണക്കൂട്ടില്? അല്ല, ഈ തടി കുറഞ്ഞ ആൾക്കാർക്ക് ഭയങ്കര ഷുഗർ ഉണ്ട്. അത് താത്ത ഒരു അസുഖം വന്ന് കണക്കുമ്പോഴേ താത്ത മനസ്സിലാവുള്ളൂ. അപ്പൊ സിപ്ലാന്റെ ലോൺ വോയിസ് ഇനി വരാണ്ട്. അപ്പൊ അതില് മോഡല് ഡയറ്റ് കാണുവേ. സിപ്ല എന്നിട്ട് രാവിലെ ജിമ്മിന് പോകുമ്പോ മയല്ല കോട്ടിട്ടോ? എന്നിട്ട് അലയൊക്കെ ചെയ്യണ്ടോ? എന്താട്ടിന് അവിടെ പോയി കറന്നുറങ്ങി? കുട്ടികളൊക്കെ മദർസിലല്ലേ? ചെറിയപ്പ കൊറേ ആയി പറയണേ.
ഇന്നിപ്പോ പോയത് ഇനി ഒരു മാസത്തിനില്ല ഇനിയിപ്പോ ഇന്ത്യയിലേറെ വെള്ളമുണ്ട് ഇത് പള്ളിയിൽ ഇന്ന ടൈമിൽ ഇന്ത്യയിലേറെ വെള്ളം അപ്പൊ ഈ കുടിക്കാത്തത് കുടിക്കലാണ് ആ മതിട്ടോ വെള്ളം കാലിന്റെ മടപ്പൊക്കെ വേനേക്കാരം ഇപ്പൊ പുറത്തൊക്കെ നല്ല മഴയാണ് കേട്ടോ ഇരുട്ട് മൂടി വന്നിക്കണം ഇപ്പൊ ഇത് കാണിലേറെ നല്ല ഇരുട്ടാണ് പേടിച്ച് എല്ലാരും ആക്കിയിരിക്കുക കഴിഞ്ഞ പ്രളയത്തിന് ഇതേപോലെ ഇരുട്ട് മൂടിയല്ല വന്നീന് ഇന്നാള് പ്രളയത്തിനെ കുറിച്ച് തുടക്കം ഇട്ടിട്ടുള്ളൂ പക്ഷെ ഇരുട്ടായപ്പോ പേടിയാവാ അല്ലേ മമ്മ മൊത്തല്ല ഇരുട്ടാണ് സ്കൂളൊക്കെ വിട്ടു സ്കൂളൊക്കെ നേരത്തെ ഇട്ടിക്കണമെന്ന് 3 മണിയായിട്ടുള്ളൂ ആ 2:30 നോക്കിയപ്പോ തന്നെ ഇരുട്ട് മൂടിക്കണേ മിറ്റാകെ ഇരുട്ട് മൂടിയായിരുന്നു എപ്പൊ തുടങ്ങിയ മഴ വെയിലില്ലല്ലേ മരങ്ങൾ ഉണ്ടായിട്ടാണ് പഠിച്ചാൽ കാക്കട്ടെ എല്ലാരും കുട്ടീനെ തൊട്ടിയിലിറക്കിയാണ് നല്ല ഇതെടാ പോണ് ബാംഗ്ലൂര് ഏത് ഒക്കെ ബാംഗ്ലൂര് എറണാകുളം അല്ല ഷാള ഇടുന്നാ മയ്യേ ക്ക് പോയി വന്നപ്പോ താക്കണന്റെ കുട്ടികളായിട്ടാണ് വന്നത് ഒരു സൗകര്യം തരില്ല അമ്മച്ചി എവിടെയാണ് ഞങ്ങളുണ്ട് പറഞ്ഞാണ്ട് കറണ്ട് പോകുക വരിക ചാടിച്ചീഞ്ഞോ ചാടിച്ചോ ഇല്ലേ അമ്മ എന്താ പറഞ്ഞേ എന്തിനാണ് പോയത് നല്ല മഴയല്ലേ പോക മുന്നേ എന്താ വർത്താനം മൊത്തത്തിൽ ഇരുട്ടായിട്ട് ആൾക്കാരൊന്നും കാണില്ല പോവാ മമ്മ കൊയങ്ങി കിടക്കാണ് പേനൊക്കെ ഇറക്കണെങ്കിൽ ചായ ഒന്നും വേണ്ട ഇത് കുട്ടി ഇപ്പൊ നീച്ചു ഞാൻ തിന്നാണ്ടാക്കട്ടെന്നാ കുട്ടികളുണ്ടായപ്പോ തിന്നാൻ എന്തൊക്കെ കൊണ്ടുവരണം കറണ്ട് അടുപ്പുമ്പോ വരക്കല്ലേ ചെറിയ പാത്രം കുട്ടിക്ക് വരക്കട്ടെ കേട്ടോ അവിടെ പോയിട്ട് തിന്നാൻ കൊടുക്കേ വരക്കട്ടെ അവിടെ പോയിട്ട് നിക്കാടെ നേരെ 3:30 ചായ ആ തിന്നിക്കണ നിക്കാടെ ഒരു ബേജാറ് അമ്മായി ഉണ്ടാക്കിയ നല്ല മിക്സറുണ്ട് എന്താ മയല്ലേ ഫിതുവോ മിക്സർ അവിടെ ഉണ്ട് ചോട്ടില് മിക്സർ അരിപ്പേ ഈ അരിപ്പില്ല നമ്മൾ ചായ ഉണ്ടാക്കുന്ന അരിപ്പ ആ അത് വലിയ ഓട്ടെ പക്ഷെ അതിലെങ്ങനെ കുട്ടിക്ക് അരിച്ച പൊടി കുട്ടിന്റെ പൊടി തുള്ളി അരിച്ചാ പോരെ ഞാൻ കൊടുന്ന എങ്ങനെയാ അറിയോ ഇത് പൊടിച്ചു ഇത് തുറന്നെടുത്താ സാമന അത് തുറന്നങ്ങാണ്ട് നുള്ളു ഒനിപ്പൊക്കില്ല മാത്രം കൊടുന്നിട്ടുള്ളൂ അണീന്ന് അവരാരെയും ചോളാണ്ടി പൊടിച്ചതേ ആ അത് വെള്ളത്തിലിട്ടുങ്ങാണ്ടേ ഓന് തരി കൂടുതലായിട്ടമ്മ ഓക്കാൻച്ചാണ് അപ്പൊ നൈസായി നിൽക്കാൻ
ബുദ്ധിയാണോ കൊറേ അത് വലുതാണ്. ആ ഫുള്ള് കിട്ടിയിട്ടാണ്. ഫുള്ള് കിട്ടണ്ട, ഫുള്ള് തരി കിട്ടണ്ട, അതാ കുഴപ്പം. അതിന്റെ കണ്ണി ചെറുതേണ്ടോ ചോദിച്ചാൽ ഇതില്ലെങ്കിൽ അതല്ല പോത്തെ നല്ല അതും വലുതാമായി. ഞങ്ങള് തെരഞ്ഞു അല്ലെങ്കിൽ തുണിയിൽ അരച്ചണം വെള്ളത്തുള്ളി. കേട്ടോ ഒക്കെ അരിഞ്ഞു, ഒക്കെ തരി പോയി. കഷ്ണങ്ങളൊക്കെ അങ്ങനെ പറ്റൂല. അതിന്റെ ഒക്കെ കൊറേ ഇടക്കും. അവിടെയും പോയി. ഇതാക്കണ ഇങ്ങനെ കാട്ടിയാതി പോത്തെ. എന്നാലോ ഇതാ വരുന്ന അതിന്റെ കല്ല്. നീയാ പണ്ടൊക്കെ എങ്ങനെ ഇനി അമ്മ കുട്ടികൾക്ക് വരില്ലേ? എന്നോട് ഞാൻ മണിയാൻ തൈര് ഇട്ട് തരാം. മറോക്ക് അത് തൈര് മറോക്ക് സിപ്പിനാ സോസ് തൈരാണോ പൊടിയാണോ ആ ഭാഗത്തോ കൈ കുത്തുന്നു. പക്ഷെ അമ്മ എന്നാലും ഉണ്ടാവില്ലേ പോകും അവിടുന്ന്. കുഞ്ഞു കുട്ടികൾക്ക് പാലുടിച്ചിന കുട്ടികൾക്ക് എന്താ പറയാ നല്ല ക്രീം മാതിരി വരകണം. മറ്റേ തടി തടി ടോക്കാണിച്ചാണോനെ. ഞാൻ ആദ്യം കൊടുത്തു ഇതാകുന്ന പിന്നെ കിട്ടി. ഇതിപ്പോ ഇങ്ങനെ ആട്ടിയാ പിന്നെ പിന്നെ എന്തായാലും ഉണ്ടാവില്ല. ഏതായാലും നിങ്ങളവിടെ അതിനകത്തൊന്നുമില്ല. എടി പിന്നെയും കിട്ടിയടി. പണ്ടത്തെ കരുതിനൊക്കൂല ഒരുങ്ങി കൂട്ട ലാസ്റ്റ് തരിത്തരൊക്കെ ഒരു ഭാഗത്തേക്ക് വരിക. നോക്കത് ഞാനിപ്പോ വൈകുന്നേരം വരെ നിക്കേണ്ടി വരും മമ്മ. മമ്മ ഇത് തരി പഠിച്ചിട്ട് പണ്ട് എന്തൊക്കെയേ പല്ല് വേറൊന്നും കച്ചിക്കുന്നില്ല. ഫിദൊക്കെ എത്തിക്കണ് ചായ കുടിച്ചാണ്. അമ്മായിന്റെ ഓമേട് മിച്ചറാണ് ഫിദു. എന്തെനിക്ക് പറയാല്ലേ? അമ്മായിന്റെ കൈകളാൽ ഉണ്ടാക്കി മിച്ചറാണ്. അമ്മായിയും മമ്മിയൊക്കെ എന്താ പറയല്ലേ? എന്നിട്ട് ഫിദാൻ പറയണം. എന്നെ ഫിദുവോ ആൾക്കാർക്ക് കേൾക്കാൻ. ഓന് യൂട്യൂബിനെതിരാണ്. എങ്ങനെ ഉണ്ട് രസണ്ടോ? എല്ലാരും ഉണ്ടാക്കി നോക്കാൻ ഫിദുവോ അമ്മായി വീഡിയോ എടുക്കണം. എല്ലാരും ഉണ്ടാക്കി നോക്കിയാറി എന്റെ കുട്ടി വീഡിയോയില് കൊണ്ടില്ല നമുക്കറിയില്ല. ഇത് ഉണ്ടാക്കിയാലും തിന്നോ തിന്നോ. ഞാൻ അങ്ങനെ കുടിച്ചൂല. വെറുതെ ചീത്ത അറിയാനില്ലേ? മധുരത്ത് അതിന് നല്ല അല്ലേ? ബൾഗെന്തിനാ ചായ കൊടുത്തിട്ട് ചീത്തേക്കണില്ലേ അമ്മയെ? അതിന് നല്ല കൊടുക്കാക്ക. അതെല്ലാരും മതമില്ലാതെല്ലാം ആവശ്യത്തിന് വരുന്നത് ചായ ചായയില് ആ ചായ കുറച്ച് കൂടിയിട്ടാ മതി. അപ്പോഴത്തേന് നല്ല കളറാവും. ചായ പഞ്ചസാര ഇട്ടിട്ട് ആ വെള്ളം നല്ലോണം കളക്കണം. അപ്പൊ ഞമ്മളാണെങ്കിൽ നമ്മള് ചായ ഇട്ട് നമ്മള് കുടിച്ചു. നമ്മളെ കുറ്റം പറയാറില്ല. ഇത് നമ്മള് വേറെ ആൾക്ക് കൊടുക്കുമ്പോൾ ഈ കുറ്റവും കേൾക്കണം, ഉണ്ടാക്കി കൊടുക്കുവാണല്ലോ. പിന്നെ ഉണ്ടാക്കി കൊടുക്കരുത്. ചായടി പോണം. അങ്ങനെ നമ്മളിപ്പോ നേരെ 4 മണി കഴിഞ്ഞ് 6 വരാനായിട്ട്. അപ്പൊ ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങാണ്. പോയാലോ? പോണ്ടെന്നൊക്കെ ഞാൻ വിചാരിച്ചു. നമ്മയെ ഞങ്ങൾ പോവട്ടില്ലേ? അമ്മായി പണിയില്ല. സാധനം ഇല്ല, അവിടെ ചെന്നിട്ട് കൊടുക്കാം. അവിടക്ക് വേണമെങ്കിൽ വാങ്ങി. ഞങ്ങള് പോട്ടഞ്ഞ് ആദ്യമൊന്നും പറയണ്ടല്ലോ. പൊറാട്ടയല്ലേ? പൊറാട്ട മക്കൾക്ക് 2 മിച്ചർ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്ത് കൂളറ്
എന്ത് കൂളറോ പൂളപ്പൊരി കണ്ണ് തിന്ന പൂളപ്പൊരിയൊക്കെ അമ്മായി വെച്ചിക്കണം. അള്ളാന്റെ കുട്ടീനെ കുപ്പായത്തിലെ ഇരിയാവോ അതിന്റെ അസുഖം എന്നാ പറയാ കൈ കുടിച്ച ചോർന്നിട്ടില്ലേ വില ചോറിന്റെ നേരാണിത് 4 മണി 5 മണിയൊക്കെ ആവുമ്പോൾ നേരാവും. എന്നാ പോയിട്ടോ ഓരോ വൈക്ക് പോയി വരും. ഓക്കെ ബൈ. പോട്ടരാ ആ തിന്നാ മോട്ടെന്താ തപസ്സിരിക്കുക ഇതിങ്ങനെയൊന്നും കൊണ്ടായാലും ഇങ്ങോട്ട് എടുത്ത അതില് കുട്ടീന് കുപ്പായുണ്ട് കുട്ടിന്റെ കുപ്പായം റേഞ്ച് തന്നെ പോവുകയാണ് പോയിട്ടോ വളമ്പിക്കളാ കൈ പൊള്ളി കാല് പൊള്ളി തിന്നോ